കഴുകാനുണ്ട്. നിലമ്പാല കുറുന്തോട്ടിയല്ലേ ഇത്? കുറുന്തോട്ടി, കരിനെച്ചി, മുക്കൂറ്റി, പൂവാങ്കുരുന്നില്. ഇതില് എല്ലാ പച്ചമരുന്നും ഇല്ലേ ശ്രുതി? അതില് മരുന്ന് കഞ്ഞിയുടെ കൂട്ടാണിത്. മരുന്ന് കഞ്ഞിയുടെ പച്ചമരുന്നല്ല. നമ്മൾ കണ്ട പച്ചമരുന്നല്ലേ ഇപ്പൊ ചതഞ്ഞ് ഈ രൂപത്തിലായത്. നോക്കൂ, ഇതേ കണ്ട മരുന്ന് പൊങ്ങി വന്നാണ്ട ഇതേ രൂപത്തിലാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. കൈവച്ചൊന്ന് ജസ്റ്റ് പിഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ചാറ് കിട്ടും. നല്ല ജ്യൂസി ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ടോ? നല്ല കഷായക്കൂട്ട് കിട്ടി പച്ചമരുന്നിൻ്റെ. കുറച്ചും കൂടി എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരു വശം കൂടി ഒന്ന് ലാസ്റ്റ് ഒന്നും കൂടി ഇത് ചണ്ടി എല്ലാം കൂടി ഒന്നും കൂടി ഇടിക്കുന്നുണ്ട്. നമുക്ക് ഈ ചണ്ടി വയ്ക്കാം, ഇതിലോട്ട് വയ്ക്കാം. കണ്ടോ, ഇത് ചങ്ങലമ്പരൻ്റെയാണ്. ഇവിടെ നട്ടലിനും നടുവേദനക്കൊക്കെ വളരെ നല്ലൊരു സാധനമാണല്ലോ ഈ ചങ്ങലമ്പരണ്ട. ഇപ്പം നമുക്ക് സത്യം പറഞ്ഞ മരുന്ന് കുഴമ്പും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ചങ്ങലമ്പരണ്ട ഉപയോഗിക്കും. നമുക്ക് മരുന്ന് പക്ഷെ കുറവാണ്. എന്നാൽ അത്യാവശ്യം നമുക്ക് ഈ തൊട്ടാവാടി, മറ്റേ തഴുതാമ, മുയൽ ചെവിയനും, പിന്നെ നീലമ്പാല, പിന്നെ മറ്റേ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ മറ്റേ മുക്കുറ്റി, പിന്നെ അതിന്റെ പേര് ഉണ്ടല്ലോ, വേറൊരു സാധനം കൊണ്ടുവന്നില്ലായിരുന്നു നിലമ്പാല. അങ്ങനെ അതെല്ലാം ഇനി നന്നായിട്ട് ഇടിച്ചിടിച്ച് നന്നായി ചതഞ്ഞ് വരണം. സെക്കൻഡ് ട്രിപ്പ് അല്ലേ ഇട്ടത്? ഇതിന്റെ പേര് എനിക്ക് മറന്നുപോയി. പക്ഷെ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ഇത് ഞാൻ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ചെടിയാണിത്. ഭയങ്കര ഔഷധമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഭയങ്കര ഔഷധമാണ് ഇതിൻ്റെ. മരുന്ന് നമ്മളിപ്പോൾ മാറ്റണം. നല്ലോണം കുറുകി വന്നല്ലേ? കുറിച്ചെടുക്കാം. പൊക്കി ഒഴിച്ചു പോയി. 3 സെക്ഷൻ 3 ദിവസത്തെ വെള്ളം ഒരുമിച്ചാണ് ഇടിച്ചു വീഴുന്നത്. 3 ദിവസത്തെ കഞ്ഞിയുടെ ഇതാണ് അതിൻ്റെ പിഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് അല്ലേ? അതിൻ്റെ കളർ നോക്കും. അതെ, നല്ല കളറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടിച്ച് വിട്ടതല്ലേ. ഇത് മുയൽ ചെവിയനും. ഇനി ഇത് അരച്ചാണ്, തേങ്ങാപ്പാലിൽ അരച്ചിറക്കേണ്ടതാണ്. ഈ നിലമ്പാലയും പിന്നെ ഈ മുയൽ ചെവിയനും. ഇതിന് ഒരിക്കലും നമ്മൾ ഒരു സത്തും കളയണില്ല. ഇതിന്റെ ചണ്ടി എല്ലാം നമ്മൾ അരച്ചങ്ങ് ചേർക്കും. തേങ്ങാപ്പാലിലല്ലേ? അതൊന്നും